നമസ്കാരം. എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ശിവപാർവതിമാർ കാശിയിൽ വാസമുറപ്പിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കാശി വരുണ, അസി എന്നീ രണ്ട് നദികൾക്ക് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം എല്ലാ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും മുക്തമാണ്. പ്രളയകാലത്ത് അല്ലെങ്കിൽ യുഗത്തിൻ്റെ അവസാന സമയത്ത് ഭഗവാൻ ശങ്കരൻ തൻ്റെ ത്രിശൂലത്തിൻ്റെ മുൻവശത്ത് കാശി എടുത്തുയർത്തി സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കാശി വരുണ, അസി എന്നിവയ്ക്കിടയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് 2.5 യോജനയും വടക്ക് നിന്ന് തെക്കോട്ട് പകുതി യോജനയുമായി സ്ഥിതി ചെയ്യുന്നു. വിശ്വനാഥ മന്ദിറിന് ചുറ്റും 4 ദിശകളിലേക്കും രുദ്രങ്ങളാലും ചുറ്റപ്പെട്ടതായി പരാമർശിക്കപ്പെടുന്നു. ഇത് ശിവന്റെയും പാർവതി ദേവിയുടെയും വാസസ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ നഗരത്തിൻ്റെ ഉദ്ഭവം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുരാതന ഇന്ത്യൻ ഐതിഹ്യമനുസരിച്ച് ഭൂമി മാതാവിൻ്റെ സൃഷ്ടിയുടെ ദിവസം ആദ്യത്തെ പ്രകാശകിരണം കാശിയിൽ കാണിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. നഗരത്തിൻ്റെ കാവൽക്കാരനായി കാലഭൈരവന്റെ രൂപത്തിൽ ശിവഭഗവാൻ യഥാർത്ഥത്തിൽ നഗരത്തിൽ താമസിച്ചുവെന്ന് പ്രസ്താവിക്കുന്ന മറ്റ് ഐതിഹ്യങ്ങളും ഉണ്ട്. പരമശിവന് കാശിയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ശിവനും പാർവതിയും കാശിയിൽ താമസമായതിന് പിന്നിലെ കഥ ഇങ്ങനെയാണ്. ശിവനും പാർവതിയും വിവാഹിതരായ സമയത്ത് കൈലാസം വിട്ട് ഒരു സിദ്ധക്ഷേത്രത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു. ഈ പ്രപഞ്ചം മുഴുവൻ വീക്ഷിച്ച ശേഷം അവർ കാശി തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ കാശി ഭരിച്ചിരുന്നത് ദിവോദാസ് രാജാവായിരുന്നു. പരമശിവൻ തൻ്റെ പ്രദേശത്ത് പ്രവേശിക്കുന്നത് ദിവോദാസ് രാജാവിന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. കാശി ഒഴിപ്പിക്കാൻ ശിവഭഗവാൻ നികുംബ് എന്ന തൻ്റെ ഗണത്തെ അയച്ചു. നികുംബൻ അത് തന്നെ ചെയ്തു. ദിവോദാസ രാജാവ് ഈ സംഭവങ്ങളിൽ അസന്തുഷ്ടനായി. അദ്ദേഹം ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ തപസ് ചെയ്തു. ദേവന്മാർ അവരുടെ ദൈവിക വാസസ്ഥലത്തേക്ക് മടങ്ങിപ്പോകണമെന്നും ജീവജാലങ്ങൾക്കായി ഭൂമിയെ വെറുതെ വിടണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടനാവുകയും അദ്ദേഹം ആഗ്രഹിച്ചത് നൽകുകയും ചെയ്യുന്നു. ഇതോടെ ദേവന്മാർക്ക് കാശി ഉപേക്ഷിച്ച് എന്നേക്കുമായി പോകേണ്ടി വന്നു. പരമശിവൻ വളരെ അസ്വസ്ഥനായി. ഹിമാലയത്തിൽ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നിയില്ല. അതിനുശേഷം ശിവഭഗവാൻ 64 യോഗിനിമാരെ കാശിയിലേക്ക് അയച്ചു. ദിവോദാസ രാജാവ് 64 യോഗിനികളെ ചൗസത്തിഘട്ടിൽ സ്ഥാപിച്ചു. അവർ ഒരിക്കലും ശിവഭഗവാന്റെ അടുത്തേക്ക് മടങ്ങിയില്ല. അനന്തരം ശിവഭഗവാൻ സൂര്യഭഗവാനെ കാശിയിലേക്ക് അയച്ചു. നഗരത്തിൻ്റെ തിളക്കത്തിലും ഐശ്വര്യത്തിലും അദ്ദേഹം ആകൃഷ്ടനായി. തൻ്റെ അശ്വങ്ങളുമായി അവിടെ സ്ഥിരതാമസമാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അതിനുശേഷം ശിവഭഗവാന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ബ്രഹ്മദേവൻ തന്നെ കാശി സന്ദർശിച്ചു. പക്ഷെ വെറുതെയായി. നഗരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ദിവോദാസ രാജാവിൻ്റെ സഹായത്തോടെ 10 അശ്വമേധ യജ്ഞങ്ങൾ നടത്തി കാശിയിൽ സ്ഥിരതാമസമാക്കി. ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ദശാശ്വമേധഘട്ട് എന്നാണ്. അവസാന ആശ്രയമെന്ന നിലയിൽ ശിവഭഗവാന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി മഹാവിഷ്ണു തന്നെ കാശിയിലെത്തി. അദ്ദേഹം ദിവോദാസ രാജാവിൻ്റെ അടുക്കൽ പോയി ജ്ഞാനോപദേശം നൽകുന്നു. അതായത് യഥാർത്ഥ അറിവ് ലഭിച്ച രാജാവ് തന്നെ കൈലാസത്തിൽ പോയി കാശിയിൽ വന്ന് എന്നേക്കും സ്ഥിരതാമസമാക്കാൻ ശിവപാർവതിമാരെ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ശിവപാർവതിമാർ കാശിയിൽ സ്ഥിരതാമസമാകുന്നത്.